ഹായ് ഹലോ കഥ ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് ഇൻട്രോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ഒരു ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാണണം എന്ന് വിചാരിച്ച ഒരു സിനിമയാണ് 'ദുരന്തർ'. ആൻഡ് ഫൈനലി എനിക്ക് 'ദുരന്തർ' കാണാൻ പറ്റി. 5th സിനിമ റിലീസ് ചെയ്തത്. പക്ഷേ അന്ന് കളങ്കാവല് കാണാൻ പോയി. അതിനുശേഷം ഇവിടെ അടുത്തുള്ള തിയേറ്ററുകളിലൊന്നും സിനിമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ദിവസം കാണാം എന്ന് വിചാരിച്ച് വെച്ചായിരുന്നു. ഫൈനലി സിനിമ കണ്ടു. ഒരുപാട് എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അതുകൊണ്ട് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ലെവൽ ഫീലിംഗ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ സിനിമ കാണാൻ പോകുന്നതിന് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ. ഇതിനെതിരെ വരുന്ന കുറെ കൊമന്റ്സ്, പൊളിറ്റിക്കൽ പ്രശ്നങ്ങള് അതൊക്കെ ഞാൻ വായിച്ചിട്ടാണ് ഈ സിനിമ കാണാൻ പോണത്. അപ്പൊ എന്റെ ഉള്ളിൽ വീണ്ടും ഓക്കെ, ഇതിലെന്തോ സംഭവം ഉണ്ട് എന്നുള്ളതായി. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ട്രെയിലർ കണ്ടവർക്ക് അറിയാം ഇതിന്റെ ഒരു ഗ്രാഫ് എന്തായിരിക്കും എന്നുള്ളത്. ബോളിവുഡിൽ നിന്ന് അടുത്തൊന്നും ഈ ഒരു ലെവൽ കൊമേഴ്ഷ്യൽ ട്രെയിലറോ സ്റ്റഫ്, ഐ മീൻ പ്രോപ്പർ ഒരു കൊമേഴ്ഷ്യൽ പരിപാടി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവസാനം കണ്ട ഒരു അപരാധം ഉണ്ടായിരുന്നു വാർ 2. അതിന് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു NTR-ഉം പിന്നെ എല്ലാം അതിന് മൊത്തത്തിലെ പ്രശ്നമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല. ആൻഡ് ബോളിവുഡിൽ നിന്ന് ഒരു ക്വാളിറ്റി സ്റ്റഫ് എന്ന് പറയാം ഈ 'ദുരന്തർ' എന്ന് പറയുന്ന സിനിമ. ആൻഡ് അതിൽ വന്ന ഓരോ ആക്ടേഴ്സും മെയിൻ ആയിട്ട് പറയേണ്ട കാസ്റ്റിംഗാ. രൺവീർ സിംഗ് പ്രോപ്പർ കാസ്റ്റിംഗ് ആയിരുന്നു സിനിമയില്. കുറെ പേര് രൺബീറിനെയും കമ്പയർ ചെയ്തൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു ട്ടോ. എന്തിന്റെ ആവശ്യമുള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഞാൻ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാം. പിന്നെ സഞ്ജയ് ദത്ത് ഉണ്ടായിരുന്നു. അക്ഷയ് ഖന്നയുടെ ഒക്കെ ഒരു സംഭവം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. പിന്നെ വന്നിട്ട് മാധവന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, ആൾക്ക് കൊടുത്തിട്ടുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടല്ലോ, വല്ലാണ്ട് ഞെട്ടിച്ചു. കാരണം അത് കണ്ടപ്പോ തന്നെ ഐ മീൻ ആളുടെ തുടക്കം മുതലേ തുടക്കത്തിൽ തന്നെ ആളുടെ സീൻ കാണിച്ചിട്ടാ സിനിമ തുടങ്ങണത്. വിത്ത് ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് സീൻ വെച്ചിട്ട്. ആൻഡ് പിന്നെ പോകെ പോകെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പാകിസ്ഥാൻ ടെററിസ്റ്റ് ഗ്രൂപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ള കുറെ അറ്റാക്സ് ആണ് സിനിമയിൽ കാണിച്ചു പോണത്. ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു പരിപാടി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഇന്ത്യയിലെ ഒരു സ്പൈ ഏജന്റ് അവിടേക്ക് പോകുന്നു. അവിടെ ഇൻ ദ സെൻസ് പാകിസ്ഥാനിലേക്ക് പോകുന്നു. ആൻഡ് അവിടെ അയാൾ ജീവിച്ച അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതാണ് ഒരു ചെറുതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ. പിന്നെ ഞാൻ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സിനിമയുടെ ഉള്ളിൽ എന്തൊക്കെ, ആ കഥ എന്താ, അതെങ്ങനെ നടക്കുന്നു എന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് നിങ്ങൾ കാണുമ്പോഴല്ലേ അതിന്റെ ഒരു ഫീൽ ഉണ്ടാവൂ. ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോ ഇത് കാണുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര എന്താ പറയാ, ഒരു റോ ഇതായിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. റോ ഇൻ ദ സെൻസ് അത് പക്ക പച്ചയ്ക്ക് എടുക്കാന്ന് പറയില്ലേ, അതേപോലെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. എവിടെയും എന്താ പറയാ, ഒരു ഓവർ ദ ടോപ്പ് സീൻസോ കാര്യങ്ങളില്ല. അവിടെ നമ്മളെ നായകൻ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് തന്നെ മറ്റേ AK-47 എടുത്ത് വെടിവെക്കാൻ പറ്റും, അതൊന്നുമില്ല. ആള് അവിടേക്ക് ആ ഒരു വേറൊരു കൺട്രിയിലേക്ക് പേരും മറ്റേ മൊത്തത്തിലുള്ള ഐഡന്റിറ്റി മാറിയിട്ട് ആള് പോവുകയാണ്. And അവിടെ ആൾ അനുഭവിക്കുന്ന വേദനകൾ, പെയിൻ, ഐ മീൻ ആ ഒരു പ്രോസസ്സ്, ആ ഒരു സഫറിങ്, അതൊക്കെ വൃത്തിക്ക് ആദ്യത്തെ ഒരു കുറച്ച് സമയങ്ങളിൽ കാണിച്ചു തരുന്നത്. പിന്നെ ഒരു ചാപ്റ്റർ ആയിട്ടാണ് ഈ സിനിമ പോണത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ആളൊരു ഗ്രോത്ത്, ആ ഒരു കൺട്രിയിലെ ആള് ഫ്രം സ്ക്രാച്ച് തുടങ്ങിയിട്ട് അവിടുത്തെ ഒരു സിറ്റിസൺ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് ആ എന്താ പറയാ, ഒരു പെർട്ടിക്കുലർ ഗ്യാങ്ങിന്റെ കൂടെയൊക്കെ കൂടി ഇങ്ങനെയാണ് പോണത്. അപ്പൊ ചാപ്റ്റർ വൈസ് ആണ് സിനിമ പോകുന്നത്. ആൻഡ് ഓരോ ക്യാരക്ടേഴ്സ്, മാധവന്റെ ക്യാരക്ടർ ആവട്ടെ, വരുന്ന സമയത്ത് ഭയങ്കര എന്താ പറയാ, ഡീപ്പ് ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്തു വെച്ചിട്ടുള്ളത്. ഐ മീൻ നല്ല വൃത്തിക്കാണ് ആദ്യത്തെ എന്നാണ് ഡയറക്ടറുടെ പേര്, ഉള്ളിയൊക്കെ ചെയ്തത്. ആള് റിസർച്ച് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോപ്പർ ആയിട്ട് അതുപോലെ വൃത്തിക്ക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് എന്താ, ഇപ്പൊ പഠാനാവട്ടെ, YRFന്റെ ചളിഞ്ഞ യൂണിവേഴ്സ് ആവട്ടെ, ഇതിലൊക്കെ എന്ന് പറയാം ഇന്ത്യയിൽ നിന്ന് ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് ഓരോന്ന് കാണിക്കുന്നതാണ്. അവിടെ നിങ്ങോട്ട് അറ്റാക്ക് വരുന്നു, ഇവിടെ അങ്ങോട്ട് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാ. പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യനെ അറ്റാക്ക് ചെയ്യുന്നത്, ഇന്ത്യയിലെ ഒരാൾ പാകിസ്ഥാനിൽ നിന്ന് കാണുന്നു. അയാളുടെ ഒരു ഫീലിങ്സ്, അയാളുടെ പ്രശ്നം, അയാൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, പിന്നെ ഫ്രം ദർ ഹൗ ഹീസ് ബൗൺസിങ് ബാക്ക്, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ആ രൺവീർ സിംഗിന്റെ ക്യാരക്ടർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിൽ കുറച്ച് റിയൽ സംഭവങ്ങൾ കാണിക്കേണ്ടത്, എസ്പെഷ്യലി താജ് ഹോട്ടൽ അറ്റാക്ക് ബോംബെയിൽ നടന്നിട്ടുള്ളത്. അത് മറ്റേ മേജർ എന്ന് പറഞ്ഞുള്ള സിനിമ കണ്ടവർക്ക് അതിനെക്കുറിച്ചും കറക്റ്റ് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ഇത് കാണുന്ന സമയത്ത് ഇതിൽ കുറച്ച് റിയൽ ക്ലിപ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. വോയിസ് ക്ലിപ്സ് ഒക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി പോയി. കാരണം അതിൽ ഓരോ പറയണ കാര്യം, ഈവൻ ആ ഒരു പെർട്ടിക്കുലർ സീൻ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മിണ്ടാതിരുന്ന അവസ്ഥയായി പോയി. ആൻഡ് അങ്ങനെ വരുന്നു. ആൻഡ് ഈ സിനിമയ്ക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ആൻഡ് സെക്കൻഡ് പാർട്ട് ഈസ് ഗോയിങ് ടു റിലീസ് ഓൺ March 19th, ഐ ഗെസ്. അപ്പോ ഇതിന്റെ ഒരു അവസാനത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കെടുത്ത പടം. അതിൽ ഭയങ്കരമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ആകെ കുറച്ച് കൂടുതലായിട്ടുള്ളത് വയലൻസ് ആണ്. തലയൊക്കെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ട്രെയിലറിൽ കണ്ട പോലെ മറ്റേ സാധനം വെച്ച് ഒരുത്തൻ ഇങ്ങനെ ഭയങ്കര ടോർച്ചർ ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ എക്സ്ട്രീം സിനിമയിലുണ്ട്. അപ്പോൾ അങ്ങനെ കുറെ വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാണാൻ പറ്റും. അല്ലാത്തവർക്ക് കൺസ്യൂം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവായിരിക്കാം. അപ്പൊ സെക്കൻഡ് പാർട്ടിലേക്ക് കൊടുക്കുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ട്, ഒരു ടെയിൽ എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് പ്യുവർ ഗൂസ് ബംസ് ഫീൽ ചെയ്യുന്നത്. ഐ മീൻ ആ ഒരു സമയത്ത് കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ,
പക്ക ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എലിവേറ്റിംഗ് സംഭവമാണ് ആ സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. അതുവരെ സിനിമ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പേസിലാണ് പോണത്. ഒന്നാമത് 3 മണിക്കൂറും 3½ മണിക്കൂറിനടുത്ത് സിനിമ ഉണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫ് കഴിയണത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാ. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ആ 2 മണിക്കൂർ പോണത് നമ്മൾ അറിയേയില്ല. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയിരിക്കും ആ സിനിമയിൽ. ആ ഒരു ലോകത്തേക്ക് നമ്മൾ ഇമേഴ്സ്ഡ് ആയിരിക്കും. ആൻഡ് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇവരിത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഫുൾ ഫുൾ പരിപാടി പാകിസ്ഥാനിൽ കാണിച്ചിട്ടുള്ളത്. ഫുൾ സീൻ. നമുക്കത് പാകിസ്ഥാനിലെ ഓരോ നമ്മള് കുറെ കണ്ടിട്ടുള്ളതും മേ ബി ഗൂഗിളിൽ കണ്ടിട്ടുള്ള പോലെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺട്രിയിലെ കുറെ ഭാഗങ്ങളും സ്ഥലങ്ങളില്ലേ, അതേപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ഈ സിനിമ കാണുന്ന പോലെ നമുക്കൊരു ഫീൽ കിട്ടും. ആൻഡ് അത് സത്യം പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെ. ഡിപ്പാർട്ട്മെന്റ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കട്ടെ. ഇപ്പൊ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ് പറയേണ്ടത്. ഈ പാകിസ്ഥാൻ പോലെ സെറ്റപ്പ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ടല്ലോ, അത് വൃത്തിക്ക് അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് പെർഫോമൻസ് ആണെങ്കിലും എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ലൈക്ക് കൊമേഴ്ഷ്യൽ മൂവീസ് യു ക്യാൻ വാച്ച് ദിസ്. കൊമേഴ്ഷ്യൽ മൂവി എന്ന് പറയുമ്പോൾ ഞാൻ പറയണത് ബോളിവുഡിലെ സ്ഥിരം ഞാൻ പറഞ്ഞല്ലോ, അടി ഇടി വെടി പോക കുറെ മറ്റേ റോക്കറ്റ് അല്ല, മറ്റേ ഹെലികോപ്റ്ററിൽ വരുന്നു, അവിടുന്ന് ഇത്രയും പൊക്കത്തുനിന്ന് ചാടിയിട്ട് ഒന്നും പറ്റാതെ വീഴും, അങ്ങനത്തെ പരിപാടിയല്ല. ഇത് നാച്ചുറൽ ആയിട്ട് എങ്ങനെ ഒരു സംഭവം നടക്കും അതാണ് കാണിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഭയങ്കരമായിട്ടുള്ള എന്താ ഫൈറ്റ് സീക്വൻസോ കാര്യങ്ങളൊന്നുമില്ല. റിയൽ ആയിട്ട് രണ്ടുപേരും എങ്ങനെ അടികൂടുമ്പോൾ ഉണ്ടാവും, അതൊക്കെ തന്നെ ഇതിലും കാണിച്ചിട്ടുള്ളൂ. ആൻഡ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ സിനിമാറ്റിക് എലമെന്റ്സ് വരും. പക്ഷെ അത് ആ സിനിമയ്ക്ക് നല്ല ഒരു എന്താ പറയുക പുഷ് തന്നെ കൊടുക്കുന്നത്. ഇനിയിപ്പോ ഇതിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരുന്ന സമയത്ത് വേറെ ലെവലിലായിരിക്കും ഇത് പോകുന്നുണ്ടാവും, എനിക്ക് ഉറപ്പാ. എന്തായാലും സെക്കൻഡ് പാർട്ട് ഇറങ്ങണ വരെ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അത് വല്ലാത്തൊരു കാത്തിരിപ്പാണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇത്രയും നെഗറ്റിവിറ്റി എന്തിനാണ് ഈ സിനിമയോട് എന്നുള്ളത്. മേ ബി എല്ലാവർക്കും ഓരോ പൊളിറ്റിക്കൽ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. അപ്പൊ ഇപ്പൊ ഹൃതിക് റോഷനും സീനിൽ കയറിയിട്ടുണ്ട് ചെറിയ എന്തൊക്കെയോ സ്റ്റേറ്റ്മെന്റ് വിട്ടിട്ട്. പക്ഷെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൺ ഗെറ്റ് ഓവർ ദ എന്താ പറയാ, ആ ഒരു ഫീലിന് ഗെറ്റ് ഓവർ ചെയ്യാൻ പറ്റണില്ല എന്നുള്ള രീതിയിൽ. എനിക്കും അത് തന്നെയാണ്. എനിക്ക് കണ്ടതിന് ശേഷം കുറച്ച് നേരം ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നേ. ആൻഡ് ഇറ്റ് വാസ് വർത്ത് വാച്ചിങ്. കൂടുതൽ പറഞ്ഞ് ഇതാക്കണില്ല. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയാണ്. അപ്പൊ നിങ്ങളും കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.